ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒന്ന് കോഴിക്ക് തീറ്റ ഉണ്ടാക്കണം കേട്ടോ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പപ്പായ മരത്തിൻ്റെ ഇലയും മുരിങ്ങയില ഇട്ടാൽ അപ്പോൾ ഇത് രണ്ടും പൊട്ടിച്ച് കൂടുന്നിട്ട് ആവശ്യത്തിനുള്ള എടുക്കട്ടെ. എത്ര വേണമെങ്കിൽ അത്ര എടുക്കുക. ഞാൻ ഇപ്പോൾ കുറച്ചൊക്കെ ഉണ്ട് പൊട്ടിച്ച് കൂടുന്നുണ്ട്. പപ്പായ മരം ഉണങ്ങി കേടന്ന് പോയി ഒരെണ്ണം. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ചെറുതാണ്, അപ്പോൾ അതിന് ഇല കുറവാണ്. മുരിങ്ങയില കുറച്ചധികമൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് കൂടുതൽ എടുക്കലിട്ട. പിന്നെ ചേമ്പില ഇടും. ഇപ്പോൾ ഇതിൽ ഇട്ടിട്ടില്ല, ഇപ്പോൾ കുഴിച്ചിട്ടിട്ടുള്ളൂ ചേമ്പ്, അപ്പോൾ ഇല ഇല്ല കേട്ടോ. അങ്ങനെ ഇത് രണ്ടും കൂടി നന്നായി ചെറുതായി അരിഞ്ഞെടുക്കും കേട്ടോ. പിന്നെ എന്താണ് വണ്ണുള്ള തണ്ടൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു വിധം ചെറിയ തണ്ടൊക്കെ മുരിങ്ങയിലയുടെ എടുക്കും കേട്ടോ. അങ്ങനെ അത് എല്ലതും കൂടി നന്നായി ചെറുതായി അരിഞ്ഞെടുക്കും കേട്ടോ. ഇത് അരിഞ്ഞതിന് ശേഷം അതിൽ ആടിൻ്റെ ബാക്കി വെള്ളം കാട്ടിയതിൻ്റെ ബാക്കി പിണ്ണാക്കും തവിടും ചോറും അങ്ങനെ എല്ലാതും കൂടിയിട്ട് അടി ഉണ്ടാവും കേട്ടോ. ഗോതമ്പ് വെച്ചത് എല്ലാതും കൂടി ആടിന് ചേർത്തതിൻ്റെ ബാക്കി ഉണ്ടാവും. പിന്നെ അങ്ങനെ കഞ്ഞിവെള്ളം എടുത്ത് കൊടുന്നതിൽ ചോറുണ്ടാവും. അതെല്ലതും ഇതിലിടും കേട്ടോ. പിന്നെ അടുക്കളയിൽ ബാക്കിയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിലിടും കേട്ടോ. അങ്ങനെ അതെല്ലാതും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തോടക്കൻ തന്നെയാണ് ഇത് മിക്സ് ചെയ്യൽ കേട്ടോ. അങ്ങനെ വല്ലാതെ കട്ടിയായിട്ടല്ല, കുറച്ച് വെള്ളത്തോടക്കൻ തന്നെയാണ് മിക്സ് ചെയ്യൽ. പിന്നെ നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് കാലത്ത് തന്നെ ഉണ്ടാക്കും കേട്ടോ. ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്ക് തന്നെ ഉണ്ടാക്കിയിട്ട് പിന്നെ എല്ലാ പാത്രങ്ങളിലും എല്ലാ പാത്രങ്ങളിലും വെച്ച് കൊടുക്കും കേട്ടോ. ഒരു പാത്രത്തിലായിട്ടല്ല, എല്ലാ പാത്രത്തിലും വെച്ച് കൊടുക്കും. അപ്പോഴാണ് അവർക്ക് എല്ലാവർക്കും കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചിലർക്ക് കിട്ടും, ചില കോഴികൾക്ക് കിട്ടില്ല, അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഇത് പിന്നെ ഒക്കെ റെഡിയായി. പിന്നെ കോഴികൾക്ക് എല്ലാവർക്കും വെച്ച് കൊടുത്തിട്ട് അവർ കുറേയൊക്കെ കഴിക്കും. പിന്നെ പിന്നെ കുറേ നേരം കഴിഞ്ഞ് വന്നിട്ട് കുറച്ചും കൂടി കഴിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ അവർ ചെയ്യാറ്. ഒറ്റയടിക്ക് അങ്ങോട്ട് കഴിച്ച് തീർക്കലൊന്നുമില്ല. പിന്നെ എന്നും കൊടുക്കലില്ല കേട്ടോ. ഞാൻ ഒരു ആഴ്ചയിലൊരു ദിവസമോ അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അത് കൊടുക്കാറ്. പിന്നെ വേനൽക്കാലത്താണ് കൂടുതലും ഇങ്ങനത്തെയൊക്കെ കൊടുക്കാറ് കേട്ടോ, ഈ മുരിങ്ങയിലൊക്കെ. പിന്നെ എല്ലാ കോഴികൾക്കും കൊടുക്കും, കുട്ടികൾക്കും വലിയവർക്കൊക്കെ കൊടുക്കും കേട്ടോ. പിന്നെ തീറ്റയ്ക്കും കുറച്ച് ചിലവ് കുറവുണ്ട്. ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ തീറ്റ മേടിച്ച് കൊടുത്താലൊന്നും മുതലാവില്ല കേട്ടോ കോഴികൾക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ ദിവസം ഓരോന്ന് ചെയ്യും. ചില ദിവസം ഉണ്ണിത്തണ്ട് അരിഞ്ഞിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. തവിടും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. തീറ്റ കോഴിക്ക് ഇച്ചിട്ട് തവിട് മേടിക്കലില്ല കേട്ടോ. ഞങ്ങൾ ആടിന് മേടിക്കുന്ന ചോളത്തവിട് തന്നെയാണ് കോഴിക്കും കൊടുക്കാറ് കേട്ടോ. അല്ലാതെ കോഴിക്ക് ഇച്ചിട്ട് വേറെ തീറ്റ മേടിക്കാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.